മന്ത്രിസഭയിലെ ആദ്യത്തെ തർക്കം. അധികാരമേറ്റ് 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രശ്നത്തിലാണ് തർക്കം നടക്കുന്നത്. ആര് കീഴടങ്ങും? ഏത് നിലപാട് സ്വീകരിക്കും? വരും ദിവസങ്ങളിൽ ഇത് നിർണായകമാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന് കീഴടങ്ങുമോ? കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചിരുന്നു UDF. മന്ത്രിസഭാ ഉപസമിതി പലവട്ടം യോഗം ചേർന്നെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് തീരുമാനം നീണ്ടു പോകുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് UDFൽ ഇത് സംബന്ധിച്ച് കടുത്ത ഭിന്നത നിലനിൽക്കുന്നു. കോൺഗ്രസ് മന്ത്രിമാർ PM ശ്രീ പദ്ധതി നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്തുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ നിലപാട് മാറ്റി PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. 2 മാസമേ ആയുള്ളൂ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. അപ്പോഴേക്കും UDFലെ 2 പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ ഭിന്നത, തർക്കം രൂപപ്പെട്ടിരിക്കുന്നു എന്ന്. കോൺഗ്രസിന്റെ നിലപാട് PM ശ്രീ പദ്ധതി നടപ്പാക്കണമെന്നാണ്. അതിൽ നിന്ന് ഇതുവരെ കോൺഗ്രസ് പുറകോട്ട് പോയിട്ടില്ല. ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ നൽകിയ മറുപടിയുണ്ട്. PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ PM ശ്രീ പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കില്ല എന്നേയുള്ളൂ. സർക്കാരിന് വേണമെങ്കിൽ പിൻവാങ്ങാം, നടപ്പാക്കാതിരിക്കാം, അതിന് എല്ലാ അധികാരവും സംസ്ഥാനത്തിനുണ്ട് എന്ന് കൃത്യമായി പറയുന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയത്. എന്നാൽ അതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുണ്ട്. VD സതീശൻ പറഞ്ഞത് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ മറുപടി കേരളത്തിലെ മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ മുസ്ലിം ലീഗ് ആദ്യം കോൺഗ്രസിന്റെ നിലപാടിനോട് യോജിച്ചു. കാരണം മുഖ്യമന്ത്രിയാണ് പറയുന്നത്, പിന്നെ ഇത് ചെയ്യാൻ എന്ന നിലപാടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് നടപ്പാക്കേണ്ടി വരും, നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല, മുൻ സർക്കാർ ഒപ്പിട്ട കാര്യമല്ലേ, പദ്ധതിയല്ലേ എന്നാണ്. PM ശ്രീ പദ്ധതിയുടെ വക്താവായി മുസ്ലിം ലീഗ് നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമായ N ഷംസുദ്ദീൻ രംഗത്ത് വന്നു. മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ പദ്ധതി നടപ്പാക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. അതായിരുന്നു VD സതീശന്റെ തന്ത്രവും. കാരണം മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ PM ശ്രീ പദ്ധതിയെ എതിർത്തത്. അവർ തന്നെ നടപ്പാക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ കൈകഴുകി മാറി നിൽക്കാം. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗ് ചുവടുമാറ്റിയിരിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ താല്പര്യം? VD സതീശന്റെ താല്പര്യം 1500 കോടിയോളം രൂപ ലഭിക്കാനുണ്ട് സംസ്ഥാനത്തിന്. SSK പദ്ധതി വിഹിതം അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വാങ്ങണം. അത് വാങ്ങിയാൽ മാത്രമേ വിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കൂ. വിദ്യാഭ്യാസ വകുപ്പിന്, N ഷംസുദ്ദീന്റെ വിദ്യാഭ്യാസ വകുപ്പിന്, മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് പ്രവർത്തിക്കണമെങ്കിൽ, പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ SSKക്ക് ലഭിക്കേണ്ട തുക കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വമാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്, N ഷംസുദ്ദീൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. അത് നടപ്പാക്കണം. അതാണ് VD സതീശൻ ആവശ്യപ്പെട്ടത്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പിന് കൂടുതൽ പണം അനുവദിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടിയാൽ മാത്രമേ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. പദ്ധതിയിൽ ഒപ്പിടുവോ ഒപ്പിടാതിരിക്കുകയോ എന്നതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷേ പണം അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പണമാണ്. കേന്ദ്രത്തിൽ നിന്ന് അത് വാങ്ങിയെടുക്കാൻ തയ്യാറാകണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ മുസ്ലിം ലീഗ് നേതാക്കളോട് പറയുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കൾ നേരത്തെ എടുത്ത നിലപാട് അങ്ങനെയല്ല. കാശിന് വേണ്ടി കേരളത്തെ തന്നെ BJPക്ക് അടിയറ വെക്കാൻ പാടുണ്ടോ? ചില്ലറ പൈസ കിട്ടുമെന്ന് കരുതി കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടിയാണ്, മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ PM ശ്രീയുടെ വക്താവായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നിലപാട് മാറ്റി കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മന്ത്രിസഭ ഉപസമിതിയിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത അവസ്ഥ. അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മന്ത്രിസഭയിലെ ആദ്യത്തെ തർക്കം. അധികാരമേറ്റ് 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രശ്നത്തിലാണ് തർക്കം നടക്കുന്നത്. ആര് കീഴടങ്ങും? ഏത് നിലപാട് സ്വീകരിക്കും?
വരും ദിവസങ്ങളിൽ ഇത് നിർണായകമാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന് കീഴടങ്ങുമോ, കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. നേരത്തെയാണെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യുമോ വി.ഡി. സതീശനും കോൺഗ്രസ് നേതാക്കളും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്കും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ ഭിന്നത മറനീക്കി പുറത്തേക്ക് വരുന്ന സാഹചര്യവും ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ പറയുന്നത്.